ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന റൊട്ടിയിലാണ് ഇതുണ്ടാക്കുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സൊക്കെ ചേർക്കാം. മാതള നാരങ്ങ, ചോളം ഇതെല്ലാം ഇതിൽ ചേർത്താൽ നല്ല രുചിയാണ്. ഹലോ ഫ്രണ്ട്സ്, കെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വെറൈറ്റി രുചിയിലുള്ള ഒരു പിസ്സ ഉണ്ടാക്കാം. നമുക്കത് വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന റൊട്ടിയിലാണ് നമ്മളത് ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്കതിന് വേണ്ടുന്ന മസാല ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പേ വെച്ച് അത് ചൂടായപ്പോൾ 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായതിന് ശേഷം 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു, 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തു, സ്വല്പം കായും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. മൈദ കൊണ്ടുള്ള പിസ്സയേക്കാൾ നല്ലത് ഗോതമ്പ് പൊടി കൊണ്ടുള്ള പിസ്സ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ അതാണ് കുട്ടികൾക്കും എല്ലാവർക്കും ശരീരത്തിന് നല്ലത്. ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ ബുധനാഴ്ചയും 4 മണിക്കാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ കൊടുക്കാനും മറക്കല്ലേ. ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്ന കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് കൂടി അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ അതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് കീറിയതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് റെഡ് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഗാർലിക് സോസ്, അതിനുശേഷം ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സ്വല്പം ഗരം മസാല ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കതിലേക്ക് സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം. അതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി ഒന്ന് ചെറുതായിട്ട് ഒന്ന് വഴന്നു വരണം. വഴന്നു വന്നതിന് ശേഷം നമുക്കതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അതവിടെ ഇരുന്ന് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ചീസ് നമുക്ക് ഇളക്കിയെടുക്കാം. ഞാൻ പാക്കറ്റിലുള്ള കനം കുറഞ്ഞ ചീസാണ് വാങ്ങിച്ചത്. നമുക്ക് കട്ടിയുള്ള ചീസ് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്കൊന്നത് ഗ്രൈൻഡ് ചെയ്ത് അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ആ ചീസ് ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഗോതമ്പ് പൊടി നന്നായിട്ട് കുഴച്ചെടുക്കണം. എന്നിട്ടത് ഉരുളയായിട്ട് ഉരുട്ടി സ്വല്പം കനത്തിൽ പരത്തിയെടുക്കണം. എന്നിട്ട് ചൂടായ തവയിലിട്ട് ഒരു വശം ചൂടാകുമ്പോൾ തിരിച്ചിട്ട് അതിലേക്ക് 2 വശത്ത് നെയ്യ് തേച്ച് കൊടുക്കണം. എന്നിട്ട് തിരിച്ചിട്ട് അതിൻ്റെ ഒരു വശത്ത് മാത്രം ഇറ്റാലിയൻ സോസ് നമുക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അതൊന്ന് തേച്ച് പിടിപ്പിക്കണം. ഇറ്റാലിയൻ സോസ് എല്ലാ കടകളിലും വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചീസ് അതിൻ്റെ പുറത്തേക്ക് നന്നായിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ആ മസാല അതിൻ്റെ പുറത്ത് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. പരത്തിയതിന് ശേഷം വീണ്ടും അതിൻ്റെ പുറത്ത് കുറച്ച് ചീസിൻ്റെ കഷ്ണങ്ങൾ കൂടി വെച്ച് കൊടുത്ത് നമുക്ക് ഒരു അടപ്പ് കൊണ്ട് അതൊന്ന് അടച്ചു കൊടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കത് തുറന്ന് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കത് വെട്ടിയെടുക്കാം. നമുക്കത് ചൂടോടെ ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മുടെ ഗോതമ്പ് റൊട്ടി കൊണ്ടുള്ള പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വെറൈറ്റി വീഡിയോയുമായി ഉടനെ തന്നെ കാണാം. വീഡിയോ കണ്ടതിന് താങ്ക് യു.